മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഡോക്ടർ ഡോണയാണ്. സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒപ്പം കൂഴൂര് ഗവൺമെന്റ് ഹൈസ്കൂളിലെ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർ ആയിട്ടുള്ള ബിനിത ബേബി മാം ആണ്. മാം, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സിസ്റ്ററെ, ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതൊരു കുട്ടിയുടെ ഭൗതികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ അവരുടെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം. അതിപ്പോൾ ആ കുട്ടി പറയുന്നത് നമുക്കും നമ്മൾ പറയുന്നത് ആ കുട്ടിക്കും മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ മാനസിക ആരോഗ്യവുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയാണ്. ഈ സംസാര ഭാഷ, ആശയവിനിമയം ഇതെല്ലാമാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ബൗദ്ധികമായ തലത്തിലും സാമൂഹിക തലത്തിലും എല്ലാം വളർച്ച ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചത് പറയാനും സ്വീകരിക്കാനും സാധിക്കുന്നില്ല എങ്കിൽ അവിടെ ഒരു ബ്ലോക്കാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതായത് ഒരു വളർച്ചയുടെ തലത്തിലൊരു തടസ്സമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന്റെ വളർച്ചയുടെ ആ ഒരു തലത്തിലുള്ള ഏതൊരു തടസ്സത്തെയും മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്താവുന്നതാണ്. കാരണം എനിക്ക് എൻ്റെ സ്പേസിൽ വളരാൻ സാധിക്കുന്നില്ല, എനിക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ സാധിക്കുന്നില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളർച്ചയുടെ തലത്തിലുള്ള ഒരു ചുരുങ്ങലാണ്. അത് മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു പക്ഷേ ഇതൊരു അവർക്ക് ഭാഷ അറിയാത്തതിന്റെ പ്രശ്നമാണോ? ഇപ്പം സാധാരണ ഒത്തിരി കുട്ടികളുടെ ഒരു പ്രശ്നവുമായിട്ട് നമ്മുടെ ഇടയ്ക്കൽ വരുന്നുണ്ട്. കുട്ടികൾ സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു സംസ്കാരത്തിൽ സാമൂഹ്യ വ്യവസ്ഥയിലൊക്കെ ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടി നന്നായിട്ട് സംസാരിച്ചു തുടങ്ങണം, മറ്റുള്ളവരോട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങണം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അവർ സ്വീകരിക്കണം. അതാണ് ആ ഒരു വളർച്ചയുടെ തലമെന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ആദ്യമേ വരുന്നതാണ് ഒരു മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് കുഞ്ഞിന്റെ ചലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബോഡിയെ ചലിപ്പിക്കാനുള്ള ഒരു കുഞ്ഞിന്റെ ശക്തി. അപ്പോൾ ആ ഒരു ശക്തി സർഗാത്മകമാണ്. അപ്പോൾ ഈ ഒരു ശക്തി കിട്ടുന്നില്ല, കൈയും കാലും വേണ്ട രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നില്ല, ശരീരം മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അവിടെ മോട്ടോർ ഡെവലപ്മെന്റിന്റെ റിട്ടാർഡേഷനാണ്, ഡിലേ ആണ്. അപ്പം അത് കുഞ്ഞിൻ്റെ വളർച്ചയെ സാരമായിട്ട് ബാധിക്കും. അതോടൊപ്പം തന്നെയുള്ളതാണ് ഒരു സെൻസറി ഡെവലപ്മെന്റ്. അതായത് കാഴ്ച, കേൾവി, സ്പർശനം, രുചി കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ, അതും കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ സ്പീച്ച്. ഒരു വയസ്സൊക്കെ ആകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശയങ്ങൾ അവരുടേതായിട്ടുള്ള ആ ഒരു സ്പീച്ച് പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ ശബ്ദം പുറപ്പെടുവിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടാൻ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പീച്ച് പ്രൊഡക്ഷൻ ഇല്ലാതെ വരിക, അതായത് ഒരു ശബ്ദവും പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്നില്ല. ഇതോടൊപ്പം തന്നെ ആ ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നം ഒരിടത്ത്. പിന്നെ ലാംഗ്വേജ് ഡെഫിഷ്യൻസി എന്ന് പറയും, അതായത് ഭാഷ മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നീടുള്ളൊരു തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം പുറപ്പെടുവിക്കാനും പറ്റും, ഭാഷയുമുണ്ട്, പക്ഷേ ആശയം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു 3 തലങ്ങളിലാണ് സാധാരണയായിട്ട് കുട്ടികൾക്ക് സംസാരത്തിൽ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 തലങ്ങളെയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ടും ഇങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേര് ഉണ്ടാവും. അപ്പോൾ അവരെങ്ങനെയാണ് നമ്മൾ ടീച്ചേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായോ എന്ന് നമുക്കറിയാനും ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആവുമ്പോൾ അവർക്ക് കുട്ടികളോട്, അതായത് വീടുകളിൽ നിന്ന് നേരിട്ട് സ്കൂളിലേക്ക് വരുന്നവരാണ്. അപ്പോൾ വീട്ടിലത്തെ അന്തരീക്ഷമാണ് ഞാൻ ആദ്യം നോക്കാറ്. അവരുടെ കുടുംബം എങ്ങനെയാണ്, വീട്ടിലെങ്ങനെ ചുറ്റുപാട് എങ്ങനെയാണ്, അവരുടെ റിലേറ്റീവ്സ് ഉണ്ടോ, ഫ്രണ്ട്സ് ഉണ്ടോ, അത് അവിടെ വന്ന് താമസിക്കുന്നവരാണോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കും. കാരണം അവർക്ക് അവിടെ സംസാരിക്കാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ടോ എന്ന് ആദ്യം അറിയാനായിട്ട്.
അങ്ങനെയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ വരുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിക്കാനായിട്ട് അവർക്ക് പറ്റാറുണ്ട്. അങ്ങനെയല്ല, അവർക്ക് ചിലപ്പോൾ പാരൻസ് വിചാരിക്കും സ്കൂളിൽ പോയി കഴിഞ്ഞ് സംസാരിച്ചോളും എന്ന് വിചാരിച്ചിട്ട് അവർ സ്പീച്ച് അറിയാതെ പോകുന്ന ചില പാരൻസിന് അറിവില്ലായ്മ ഉണ്ടാവാറുണ്ട്. അത് തന്നെത്താനെ ശരിയായി വരും എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരെ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റിയ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് ഞാൻ റെഫർ ചെയ്യാറുണ്ട്. ഞങ്ങൾ സ്കൂളിൽ വരാറുണ്ട് അങ്ങനെയുള്ളവരെ. അപ്പോൾ ആ തെറാപ്പിസ്റ്റിനോട് പറയുന്നത്, ടീച്ചറെ ചെറുപ്പത്തിലേ നമ്മൾ പെട്ടെന്ന് നോക്കി ശരിയാക്കണം, കുറച്ചും കൂടി. അതുപോലെ ഒരു മിഡിലെത്തിയിട്ട് അങ്ങനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത കുട്ടികളുണ്ട്, ചിലപ്പോൾ പാരൻസ് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരെ കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് സ്പീച്ച് തെറാപ്പിസ്റ്റ് പറയുന്നത്. ചെറുപ്പത്തിലേ ഇതിന് ട്രെയിൻ ചെയ്യണം തോന്നുന്നുണ്ട് സിസ്റ്ററെ. ഇതിൻ്റെ അത് നമ്മൾ വേറൊരു കാര്യം കൂടി നോക്കണം. ഈ സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ചില പ്രോബ്ലംസ്, ഇപ്പം നമ്മൾ ഇതിന് മുൻപുള്ള എപ്പിസോഡുകളിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. ഓട്ടിസം പോലെയുള്ള കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ഡിസ്ഫങ്ഷൻസ് ഈ സംസാരവുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് പ്രായത്തിനനുസരിച്ച് കുട്ടികൾക്ക് വാക്കുകൾ ഡെവലപ്ഡ് ആയിട്ടില്ല, ലാംഗ്വേജ് ഡെവലപ്പ് ആയിട്ടില്ല, അല്ലെങ്കിൽ അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഒരു കുഞ്ഞ് സംസാരിക്കുന്നില്ല. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോയിൻമെൻറ്റ് ബേസിസിലാണ് കേസസ് എടുക്കുന്നത്. അപ്പം ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോഴത്തേക്കും സിസ്റ്റർ ഒരു കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് കുട്ടി സംസാരിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ കുട്ടി സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, മറ്റു പല ഡിസോർഡർ മൂലമോ ഡിസ്ഫങ്ഷൻ മൂലമോ ആണോ കുട്ടി സംസാരിക്കാതിരിക്കുന്നത്. കാരണം ഓട്ടിസത്തിലൊക്കെ നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ പ്രോബ്ലംസ് വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം കുട്ടി സ്പീച്ച് ഡെവലപ്ഡ് അല്ല, കമ്മ്യൂണിക്കേഷൻ ഓറിയൻറ്റേഷൻ വന്നിട്ടില്ല. ഇതുപോലെ തന്നെയുള്ള ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് ഇലക്റ്റീവ് മ്യൂട്ടിസം. ഇലക്റ്റീവ് മ്യൂട്ടിസം എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഭാഷ അറിയാം, കൈകാര്യം ചെയ്യും, പക്ഷേ അത് ചിലരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. ചിലരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും കുട്ടി സംസാരിക്കില്ല. ഇപ്പം നമുക്ക് ചില കേസുകളൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ മിണ്ടില്ല, എന്തെല്ലാം പറഞ്ഞാലും, കളിക്കാൻ വിളിച്ചാലും അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാണിച്ചാലും കുട്ടികൾ തമ്മിൽ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ മിണ്ടില്ല. ആ സമയത്ത് ഇങ്ങനെ നമ്മൾ പറയും വാ തുറക്കില്ല, അതിൻ്റെ നമ്മൾ പറയത്തില്ല ചിലപ്പോൾ നാവുണ്ടോ എന്ന് നമ്മൾ സംശയിച്ച് പോകുമെന്ന് പറയും. അപ്പോൾ ഇതൊരു ഇലക്റ്റീവ് മ്യൂട്ടിസം എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. അത് കൂടുതലും ആങ്സൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇപ്പൊ കുട്ടികൾ വീട്ടിൽ നിന്നൊക്കെ മിണ്ടും, ആവശ്യത്തിന് കാര്യങ്ങളെല്ലാം പറയും, വീട്ടിലെല്ലാ കാര്യങ്ങളും ചെന്ന് പറയും, പക്ഷേ വേറൊരാളുടെ അടുത്ത് കുട്ടിക്ക് മിണ്ടാനായിട്ട് പറ്റുന്നില്ല, കംഫർട്ടബിൾ അല്ല അവിടെ. ഇപ്പൊ സിസ്റ്റർ പറയണ്ടായിരുന്നു ചില സമയങ്ങളിൽ ചിലരോട് മാത്രം. അപ്പൊ അങ്ങനെ വരുന്നത് അത് ഭാവിയിൽ അവർക്കൊരു വലിയ പ്രോബ്ലം ആവാനായിട്ട് ചാൻസ് അല്ലേ? ഉണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് സ്പീച്ച് പ്രൊഡക്ഷനുണ്ട്, കമ്മ്യൂണിക്കേഷനും അറിയാം, പക്ഷേ അത് ആവശ്യമുള്ള സമയങ്ങളിൽ എല്ലാ സമയങ്ങളിലും ഉപകാരപ്പെടുത്തുന്നില്ല. അപ്പോൾ അത് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് ഈ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാനുള്ളൊരു തലം നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള പ്രോബ്ലംസിന്. പല പേരൻസിനുള്ള സംശയമാണ്, ഏത് പ്രായത്തിലാണ് ഇവർക്ക് സംസാരിക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കേണ്ടത് കുട്ടികളുടെ ഒരു നമ്മൾ പറയുന്ന ബാബ്ലിംഗ് ഉണ്ട് അല്ലേ. അപ്പോൾ അതായത് കുട്ടികൾ പുറപ്പെടുവിക്കുന്ന ചില ശബ്ദങ്ങൾ. അപ്പം ആ ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ശബ്ദനാളികൾ അല്ലെങ്കിൽ ആ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ഒരു ഫിസിയോളജിക്കലായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഒരു ശബ്ദം പുറത്തു വരുന്നുണ്ട്, പക്ഷേ അതിന് ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഷ വെച്ച് സംസാരം, അപ്പം അതിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കണം. സാധാരണഗതിയിൽ ഒരു വയസ്സ് 1.5 വയസ്സാകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടികൾ അറ്റ്ലീസ്റ്റ് ഒരു വാക്കെങ്കിലും പറഞ്ഞു തുടങ്ങിയോ. ഇപ്പം അമ്മ, അപ്പ, കാക്ക അങ്ങനെയൊക്കെയുള്ള ഓരോരോ ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞു തുടങ്ങേണ്ട ഒരു സമയമാണ്. 2 വയസ്സാകുമ്പോൾ ഏകദേശം സെന്റൻസുകളിലേക്കായി, ഒരു 3 വയസ്സ് പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് സംസാര രീതിയിലേക്കായി, 6 വയസ്സാകുമ്പോൾ ശരിക്കുമുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ അവിടെ വരേണ്ടതാണ്. അപ്പോൾ പ്രായത്തിനനുസരിച്ച് കുട്ടികൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല, വാക്കുകൾ യോജിപ്പിച്ചതൊരു വാചകമാക്കാൻ സാധിക്കുന്നില്ല. ഇനി വാചകമാക്കിയാൽ തന്നെ അത് ആപ്റ്റായിട്ട്, അതായത് അവസരോചിതമായിട്ട് അത് പറയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ എല്ലാം നമ്മൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടി എന്നൊരു ഏരിയയിലാണ് കൊണ്ടുവന്നത്. അതൊരു സിൻഡ്രോം, അതായത് ഒരു പല കാര്യങ്ങൾ കൂടിയ ഒരു പ്രോബ്ലം തന്നെയാണ്. കാരണം ആ കുട്ടിയിൽ ആ ഒരു സമയത്ത് ഭാഷയും സംസാരവും കമ്മ്യൂണിക്കേഷനും ഡെവലപ്ഡ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിശക്തിയെയും സാരമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്.
ഈ പലർക്കുള്ള ഡൗട്ടാണ്, ഇപ്പം സ്പീച്ചാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ നമ്മൾ കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലേക്ക് എങ്ങനെയാണ് എത്തുക? ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെയാണ് പ്രിഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റിനെയാണോ അല്ലെങ്കിൽ ക്ലിനിക്കിലേക്കാണോ കൊണ്ടുപോകും? സാധാരണ നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു പല ഹോസ്പിറ്റലുകളുടെയും ഫെസിലിറ്റീസിൽ നിയോനേറ്റൽ പീരീഡിൽ തന്നെ, അതായത് ഒരു കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കുട്ടിയുടെ ശ്രവണമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോളജിക്കൽ സെൻസേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പല ടെസ്റ്റുകളും തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി ഇൻ കേസ് ഒരു കുഞ്ഞിൽ ഒരു 2 വയസ്സായതിനു ശേഷവും വാക്കുകൾ പറയുന്നില്ല, വാക്കുകൾ പറയാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഈ ശബ്ദം വാക്കുകളായിട്ട് തന്നെ പുറത്തേക്ക് വരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഒരു അനാട്ടമിക്കൽ, അതായത് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള റൂൾ ഔട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സാധാരണ ഒരു പീഡിയാട്രീഷ്യനെയാണ് നമ്മൾ ആദ്യം സമീപിക്കുന്നത്. അപ്പോൾ പീഡിയാട്രീഷ്യൻ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഫിസിയോളജിക്കലി നമുക്ക് മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്പീച്ച് ആൻഡ് ഓഡിയോളജിസ്റ്റിനെയാണ് സമീപിക്കേണ്ടത്. കാരണം ഓഡിറ്ററി, അതായത് കുട്ടികൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ, ഇത് കേട്ടാലല്ലേ ഇത് ലാംഗ്വേജ് ആണെന്ന് മനസ്സിലാക്കി അത് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ സ്പീച്ച് പ്രൊഡക്ഷൻ, ആർട്ടിക്കുലേഷൻ പോലെയുള്ള കാര്യങ്ങൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുട്ടിയിലെ അനാട്ടമിക്കലായിട്ട്, അതായത് ശാരീരികമായിട്ട് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ, ആ വൈകല്യം കൊണ്ടാണോ സംസാരിക്കാതിരിക്കുന്നത് എന്നുള്ളത് ഓഡിയോളജിസ്റ്റും സ്പീച്ച് തെറാപ്പിസ്റ്റുമാണ് അത് നോക്കുന്നത്. അപ്പം അതിനുശേഷം കൂടുതലും സ്പീച്ച് തെറാപ്പിയാണ് ആ കുഞ്ഞിന് കൊടുക്കുന്നത്. അവിടെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കുട്ടി സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ആ ഒരു പ്രായത്തിനനുസരിച്ച് മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു കുടുംബത്തെ അല്ലെങ്കിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ ഈ കുഞ്ഞിനെ നമുക്കൊരു തെറാപ്പിയിലൂടെ അല്ലെങ്കിൽ മറ്റു പല ഇൻ്റർവെൻഷനിലൂടെയും മാറ്റിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ മാറ്റിയെടുക്കേണ്ട സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം അല്ലെങ്കിൽ അവയർനെസ് അവർക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ കുട്ടിയെ ഇതൊരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുമ്പോൾ തന്നെ മാതാപിതാക്കളുടെ കോപ്പറേഷൻ, സഹകരണം ആവശ്യമാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇതിനെല്ലാം വേണ്ടിയിട്ട് നമുക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം കൂടി ആവശ്യമാണ്. ഇത് ജനറ്റിക് ആയിട്ട് കുട്ടികളിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്? നമുക്കൊരു കംപ്ലീറ്റ്ലി ഇതൊരു ജനറ്റിക് എന്ന് പറയാനും പറ്റില്ല. കാരണം ഇവിടെ ഞാൻ പറഞ്ഞു, കുട്ടികളെ നമ്മൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ മിണ്ടുന്നില്ല, പ്രായത്തിനനുസരിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്കവിടെ പല കാറ്റഗറി ആയിട്ട് നമ്മൾ ഇതിനെ സസ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് സംസാരത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അതോ ഐ ടു ഐ കോണ്ടാക്റ്റിൽ പ്രശ്നമുണ്ടോ, സോഷ്യൽ സ്മൈലിൽ, അതായത് വേറൊരാളെ കണ്ടു കഴിയുമ്പോൾ അവരെ ചിരിച്ചു കാണിക്കുന്നു അല്ലെങ്കിൽ വേറൊരാളുടെ സാമീപ്യത്തെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ, സാമൂഹ്യ ഇടപെടലുകളിൽ ബുദ്ധിമുട്ടുണ്ടോ, വൈകാരിക തലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കണം. അതായത് സംസാരത്തിൽ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അത് സ്പീച്ച് പ്രൊഡക്ഷൻ പ്രശ്നം എന്ന് മാത്രം നമ്മൾ കരുതരുത്. മേ ബി അതൊരു ചൈൽഡ്ഹുഡ് പ്രോബ്ലം ആകാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡറിലാകാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഇലക്റ്റീവ് മ്യൂട്ടിസത്തിൽ വന്നതാകാം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആർട്ടിക്കുലേഷൻ, അതായത് സ്പീച്ച് പ്രൊഡക്ഷൻ്റെ പ്രോബ്ലം ആകാം. അപ്പം ഇത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. 12 വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് TV പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് TV ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. സിസ്റ്റർ, മിക്കവാറും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കോൺഫിഡൻസ് ലെവൽ വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇവർക്ക് മറ്റുള്ള മുന്നിൽ നിൽക്കാനും സംസാരിക്കാനും തെറ്റ് വരുമോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പേഴ്സണാലിറ്റിയിലേക്ക് പോയി അത് അവർക്ക് തന്നെ ലൈഫിൽ എവിടെ എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുമല്ലോ. അതിലേക്കും വരാം. പിന്നെ അതിനേക്കാളും കൂടുതൽ നമ്മൾ ഈ കുട്ടികളായിരിക്കും, ചൈൽഡ്ഹുഡിൽ തന്നെ വരുന്ന കാര്യം, അവരുടെ ഒരു കാര്യം അവർക്ക് നിവർത്തിതമാക്കാൻ പറ്റുന്നില്ല. ഇപ്പം അവർക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ അത് പറയാനായിട്ട് സാധിക്കുന്നില്ല. സാധാരണ ഇങ്ങനെയുള്ള കുട്ടികൾ മുതിർന്നവരെ കയ്യെ പിടിച്ചുകൊണ്ടുപോയി എവിടെയാണോ ഭക്ഷണം വെക്കുന്നത് അത് കണ്ടിട്ട് അത് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവരിലുണ്ടാകുന്നത്
കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഡിപ്രൈവേഷനാണ്. അപ്പോൾ ഇത് പിന്നീട് അപ്പം നമുക്കറിയാം, നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു റെസ്പോൺസ് കിട്ടുമ്പോഴാണ് പിന്നെയും കാര്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വിഡ്രോൺ ആയി പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പഠിപ്പിച്ചു കൊടുത്താൽ തന്നെ അവർക്ക് എത്രമാത്രം മനസ്സിലായി എന്ന് തിരിച്ച് നമുക്ക് അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പം ഇതൊക്കെ പല തലങ്ങളിൽ, അവരുടെ ബൗദ്ധിക തലത്തിൽ, പേഴ്സണാലിറ്റിയുടെ തലത്തിൽ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ തലത്തിലെല്ലാം സാരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്പീച്ച് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ചില കുട്ടികൾ ഇപ്പോൾ എബ്രോഡൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവർക്കിപ്പോൾ മലയാളികളായിരിക്കും, പക്ഷെ വീട്ടിലവർ മലയാളമായിരിക്കും, പക്ഷെ പുറത്തിറങ്ങുമ്പോൾ വേറെ ലാംഗ്വേജസ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു മൾട്ടിപ്പിൾ ലാംഗ്വേജ് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവർ സംസാരിക്കുന്നില്ല, പ്രായത്തിനനുസരിച്ച് ആശയവിനിമയം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. അതായത് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഏത് ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്, ലാംഗ്വേജ് എക്സ്പോഷർ അവർക്കുണ്ടോ? കാരണം കുട്ടികൾക്ക് സാധാരണ ലാംഗ്വേജ് എക്സ്പോഷർ കിട്ടുന്നത് സ്കൂളുകളിലേക്ക് വരുമ്പോഴാണ്, അല്ലെ? ഈ ഒരു പ്ലേ ക്ലാസ്സിലോ അതുപോലെ തന്നെ കിൻഡർ ഗാർഡൻ സെഷനിലേക്കൊക്കെ വരുമ്പോഴാണ് കുട്ടികളിൽ ലാംഗ്വേജ് കൂടുതലായിട്ട് അവരുടെ പ്രായത്തിലുള്ളവർ സംസാരിക്കുന്നത് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലായ്മയും ഉണ്ട്. കാരണം നമുക്ക് ഒത്തിരി കേസുകൾ അതേപോലെ വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അവരൊരു ചെറിയ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഉള്ളത്. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, കുട്ടിയും മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അമ്മ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കാം, അച്ഛൻ ഡേ ഷിഫ്റ്റ് ആയിരിക്കാം. അപ്പോൾ കുഞ്ഞ് കാണുന്നത് പാരന്റിൽ ഒരാളെ ആയിരിക്കാം. കുഞ്ഞിനധികം ഭാഷയുടെ ഒരു എക്സ്പോഷർ കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള സ്ക്രീനിങ്, അതായത് മൊബൈൽ പോലെയുള്ള ഗാഡ്ജറ്റുകൾ, ഇത് ഉപയോഗിക്കുമ്പോഴും മനുഷ്യ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടല്ല, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ മറ്റു ഭാഷകളിലുള്ള ഇതായിരിക്കും. ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കുട്ടിയുടെ കാര്യത്തിൽ 4 വയസ്സായി, പക്ഷേ സംസാരിക്കുന്നില്ല, എന്തൊക്കെയോ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോയപ്പോഴാണ്, ഇവർ വിദേശ രാജ്യത്താണ്, അവിടെ ജോലി ചെയ്യുന്നവരാണ്, മാതാപിതാക്കൾ 2 പേര് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ കുഞ്ഞിനെ ഇതേപോലെ ഷിഫ്റ്റ് ബേസിസിൽ വരുമ്പോൾ ഒരാളെ നോക്കാനുള്ളൂ. അപ്പോൾ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കും. അപ്പോൾ ഈ കൊറിയൻ ഡ്രാമ പോലത്തെ കാര്യങ്ങളും അനിമേഷനൊക്കെയാണ് കുട്ടി കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജുമായിട്ട് യാതൊരു ടച്ചും കുട്ടിക്ക് കിട്ടിയിട്ടില്ല. കുട്ടി കുറേ കാര്യങ്ങൾ കാണുന്നു, പക്ഷെ കുട്ടിക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല. ചലനങ്ങൾ മാത്രം കുട്ടി മനസ്സിലാക്കുന്നു. അപ്പൊ കുട്ടി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു, ഇതാർക്കും മനസ്സിലാകുന്നില്ല. അവസാനം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പറഞ്ഞ ലാംഗ്വേജ് എക്സ്പോഷർ കൊടുക്കണം. കാരണം സംസാരിക്കുന്നത് കേൾക്കണം, സംസാരിക്കുന്നവരുടെ ഇടയിലേക്ക് കുട്ടി വരണം. കാരണം ഏകദേശം ഒരു 2-3 മാസം കൊണ്ട് കുട്ടി ഡെവലപ്ഡായി. അപ്പം അവിടെ നമ്മൾ നോക്കേണ്ടത് അനാട്ടമിക്കൽ ആയിട്ടുള്ള, അതായത് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലായിരുന്നു പ്രശ്നം. സൈക്കോളജിക്കൽ ആയിട്ടുള്ള എക്സ്പോഷറിന്റെ ഒരു പ്രശ്നമായിരുന്നു. എക്സ്പോഷർ വന്നു, സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സ്പോഷർ കൊടുത്തു, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഈ ഒരു മൾട്ടി ലാംഗ്വേജ് ഉപയോഗിക്കുന്നതും ഇതിൻ്റെ അകത്തൊരു വലിയ ബാരിയർ തന്നെയാണ്. വീട്ടിലൊരു ലാംഗ്വേജ്, പുറത്തൊരു ലാംഗ്വേജ്, കുട്ടി എക്സ്പോസ് ചെയ്യുന്ന വേറൊരു ലാംഗ്വേജ്, കൺഫ്യൂസ്ഡ് ആകും. ഇതുപോലെ തന്നെയായിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അറിയാം, പാരന്റ്സ് ഒക്കെ എബ്രോഡൊക്കെ പോകുന്നവരാ. അപ്പൊ കൂടുതലും ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയൊക്കെ ആകുമ്പോൾ അവര് കുറച്ചും കൂടെ അവരുടെ അത്രയും ടോക്കറ്റീവ് അല്ലായിരിക്കും. അപ്പൊ കുട്ടി ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. പിന്നെ പൊതുവെ ആരും മിണ്ടാനില്ല, ഇപ്പൊ അയൽവക്കക്കാരുമായിട്ടോ അങ്ങനെ കോണ്ടാക്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവര് സംസാരിക്കുന്നില്ലല്ലോ. അപ്പൊ അവിടെ അങ്ങനെ വരുന്നതുകൊണ്ട് ഇവരുടെ സംസാരത്തെ നല്ല രീതിയിൽ ബാധിക്കും. അതെ അതെ, ലാംഗ്വേജ് ബാരിയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഓർക്കുക, നമ്മുടെ സ്പീച്ച് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ, നമ്മൾ പറയും ഭാഷ പഠിക്കണമെങ്കിൽ പറഞ്ഞു പഠിക്കണമെന്ന് പറയും. അപ്പം ഈ ഒരു കാര്യം ഇപ്പം നമ്മൾ മുതിർന്നവരായതുകൊണ്ട് നമുക്ക് ബേസിക് ഒരു ഭാഷയുണ്ട്, ആ ഭാഷയിലെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രസീവ് ലാംഗ്വേജ് ഉണ്ട്, റിസപ്റ്റീവ് ലാംഗ്വേജ് ഉണ്ട്. എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ, നമ്മുടെ ആശയങ്ങൾ നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മൾ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ റിസീവ് ചെയ്യുന്ന ലാംഗ്വേജ്, വേറൊരാൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പം മുതിർന്നവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജും സംസാര ശൈലിയും ആശയവിനിമയത്തിലുള്ള ആ ഒരു പാഠവും ഉള്ളത് കൊണ്ട് നമ്മളത് പിക്കപ്പ് ചെയ്യും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വേൾഡിലേക്ക് വന്നിട്ടില്ല. അവർക്കിപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതൊരു പൂവാണ്. അപ്പം ആ ഒരു കാര്യം അവർ കേൾക്കണം, കേട്ടു, കണ്ടു, അവർ മനസ്സിലാക്കി, റിപ്പീറ്റഡ് ആയിട്ട് ആ ലാംഗ്വേജ്, ആ ഒരു ഭാഷ, ആ വാക്ക് ഉപയോഗിക്കുകയാണ്. പൂവാണ്, അപ്പോൾ അത് പൂ കേട്ടു. അപ്പോൾ
അങ്ങനെയാണ് ആ കുട്ടി പഠിക്കുന്നത്. അത് കേട്ട് ആ ഇൻപുട്ടിനെ സ്വീകരിച്ചു, ആ ഇൻപുട്ടിനെ കണ്ടു, ആ പ്രോപ്പർട്ടിക്ക് ആ കുഞ്ഞിൻ്റെ മനസ്സിലൊരു സ്കേമ കൊടുത്തു. അതായത് ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മൾ പെട്ടെന്ന് ചിറാപ്പുഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഴ ഏറ്റവും കൂടുതലുള്ളൊരു സ്ഥലമാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിലേക്കൊക്കെ നമ്മുടെ മനസ്സ് പോകും. അപ്പൊ അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അപ്പൊ നമ്മൾ മഴയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ചിറാപ്പുഞ്ചി എന്ന് പറയാനായിട്ട് നമുക്കൊരു ടെൻഡൻസി വരും. അപ്പം ഇതാണ് ഈ ലാംഗ്വേജ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ഈ അതിന്റെ ബേസിക് ഇല്ലാന്നുണ്ടെങ്കിൽ അസോസിയേറ്റീവായിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പൊ കുട്ടികളെ വാക്കുകൾ പഠിപ്പിക്കാനായിട്ട് അവരറിയുന്ന ഭാഷ അതും റെപ്പിറ്റേറ്റീവ് ആയിരിക്കണം. ഒരു ദിവസം ഒരു ലാംഗ്വേജിൽ പഠിപ്പിച്ചു, അടുത്ത ദിവസം അടുത്ത ലാംഗ്വേജിൽ പഠിപ്പിച്ചു, കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് കുട്ടികൾ ചില സമയങ്ങളിൽ നമുക്കറിയാം ഈ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് അവർ പലതും ക്ലാങ് ആയിട്ടുള്ളത്, അതായത് വേറെ വേറെ വാക്കുകളായിരിക്കും അതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനൊരു കറക്ഷൻ മെത്തേഡ് ആവശ്യമാണ്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പഠിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പേരൻസ് മനസ്സിലാക്കി ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ കുട്ടികൾ ജനിച്ച് അവരുടെ സംസാര ഭാഷയെ ഒന്ന് വളർത്താനായിട്ട്? അപ്പോൾ അതെങ്ങനെയായിരിക്കും ഒന്ന് കൂടെ പറയാമോ? നമുക്കറിയാം ഇപ്പൊ ഒരു ടീച്ചർ ഒരു അമ്മയാണ്, അതുകൊണ്ട് തന്നെ അറിയാം കുഞ്ഞുങ്ങളിൽ എങ്ങനെയാണ് ആ ഭാഷയുടെ ഒരു ചാതുര്യം അല്ലെങ്കിൽ ഭാഷ പഠിപ്പിച്ചെടുത്തതെന്ന് ടീച്ചറിന് എനിക്കതിന് ഓൺ എക്സ്പീരിയൻസിൽ തന്നെ പറയാനായിട്ട് സാധിക്കും. നമുക്ക് ആദ്യം ഒരു കൊച്ചു ജനിക്കുമ്പോൾ അവരെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടാവും കൊണ്ടുപോവുക. അപ്പൊ പലപ്പോഴും അവർ താഴെ വെച്ച് നടത്തിക്കാൻ വരെ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, കാരണം നമുക്ക് അത്രത്തോളം പ്രീഷ്യസ് ആയിരിക്കും. അപ്പോൾ ആ കൊച്ചിന് വരുന്നേക്കാളും ഫാസ്റ്റായിട്ട് രണ്ടാമത്തെ കൊച്ച് ഓട്ടോമാറ്റിക് സംസാരിച്ചു തുടങ്ങും. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഒപ്പം തന്നെ സംസാരിച്ച് പെട്ടെന്ന് പിക്കപ്പായിട്ട് പോകുന്നുണ്ട്. മിക്കവാറും മക്കൾ അധികം ഉണ്ടാവുമ്പോൾ അവർക്ക് വലിയ കുഴപ്പമില്ലാതെ സംസാരിച്ച് ലാംഗ്വേജ് അപ്പം തന്നെ ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ പണ്ടത്തെ കാലത്തേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നതിൻ്റെ കാരണം വലിയൊരു പ്രശ്നം അതാണ്. കാരണം മക്കളുടെ കുറവ് അവരുടെ കമ്മ്യൂണിക്കേഷനിൽ തന്നെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി വരുന്ന ഒരു തലമുറ മിക്കവാറും അബ്രോഡാണ്. അപ്പം കുട്ടികൾ പറഞ്ഞ പോലെ ഏർലി ഡെവലപ്മെൻറ്റ് വെരി ക്രിട്ടിക്കലാണ്. അപ്പോൾ ആ സമയത്ത് 0 to 6 കുട്ടികൾ വീടിൻ്റെ അകത്ത് എങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് വീണ്ടും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും കുട്ടികളെ തന്നെ അങ്ങനെ ആവുമ്പോൾ പാരൻസോ ഗ്രാൻഡ് പാരൻസോ അവരിൽ എൻഗേജ് ചെയ്യിക്കണം. പണ്ട് ഇപ്പോൾ പുറത്ത് പോയി കളിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ കോവിഡ് കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. കുട്ടികൾ സ്കൂളിൽ വന്നപ്പോൾ ഒരു LP സെക്ഷനിൽ പോലും കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് അപ്പം തന്നെ മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് സോഷ്യലൈസേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കുട്ടികൾക്ക് ഒരുമിച്ച് കളിക്കുമ്പോൾ എത്രത്തോളം ആ കുട്ടികളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ സംസാരമാണെങ്കിലും. കാരണം അവർക്ക് ചിന്തിക്കാനുള്ള ശക്തി കൂടുതലായിരുന്നു. ഒന്ന് വീണ് കഴിഞ്ഞാൽ കൂട്ടുകാരൻ വന്ന് എടുക്കുമ്പോൾ, ഒന്ന് പൊടി തട്ടി കളയുമ്പോൾ അപ്പോൾ കുഴപ്പമില്ല നമുക്ക് കളിക്കാട്ടാ എന്ന് പറയുമ്പോൾ അവർക്ക് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആണെങ്കിലും സംസാരിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും പാരൻസ് തിരക്കാണ്. അവർ ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ. ശരിക്കും പറഞ്ഞാൽ കൂട്ടുത്തരവാദിത്വത്തോടു കൂടി പോകണം. ഫാമിലിയിലാണെങ്കിലും കുട്ടികളെ ചേർത്ത് പിടിച്ച് അവർ ഡെവലപ്പ് ചെയ്യും. ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ മുതിർന്നവർ പറയും അതേ ഉണ്ണിക്ക് എന്തൊരു പ്രശ്നം ഉണ്ട് കേട്ടോ, ഉണ്ണിക്കത് പറയാൻ പറ്റുന്നില്ല. അവർ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ശരിക്കും കുട്ടികൾ ഒരുമിച്ച് കളിച്ച് വളരുമ്പോഴാണ് അവർക്ക് കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ് ഫാസ്റ്റ് ആവാൻ എനിക്ക് തോന്നുന്നു. ഈ സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് നമ്മൾ 2 ഡയമെൻഷനായിട്ടാണ് ഇതിനെ തിരിക്കേണ്ടത്. ആദ്യത്തെ ഒരു ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫിസിയോളജിക്കലി അനാട്ടമിക്കലി പ്രോബ്ലം ഉള്ളത് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ കുട്ടികളെ നമ്മൾ ആ രീതിയിൽ കറക്റ്റ് ചെയ്യണം. ഇവിടെ ഈ പറഞ്ഞ പോലെ എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ട് കുട്ടി സംസാരിക്കുന്നില്ല. അപ്പൊ ഇത് രണ്ടും 2 തലത്തിലാണ് നമ്മൾ അതിന്റെ ചികിത്സാവിധികൾ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒരു അനാട്ടമിക്കൽ ഫിസിയോളജിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ സ്പീച്ച് ആൻഡ് ഓഡിയോളജി കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അല്ലാത്തതാണെങ്കിൽ ഞാൻ കൂടുതലും പറയുന്നത് എക്സ്പോഷർ കൊടുക്കുക. ഇപ്പൊ അവിടെ വരുന്ന കുട്ടികൾക്ക് മറ്റു പ്രോബ്ലംസ് ഇല്ല. ഇപ്പൊ ഫിസിയോളജിക്കലി അത് റൂൾ ഔട്ട് ചെയ്തു, സൈക്കോളജിക്കലി ആണ്, അതായത് എക്സ്പോഷർ കിട്ടാത്തത് കൊണ്ടും ആങ്സൈറ്റി ഉത്കണ്ഠകൾ ഉള്ളത് കൊണ്ടുമാണ് കുട്ടിയിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരുന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ പറയും സാധാരണ സ്കൂളുകളിലേക്ക് വിടും. അംഗനവാടികൾ ഇതിന് ഏറ്റവും ഉത്തമമാണ്. കാരണം ആ കുട്ടികളുടെ കൂടെ തന്നെ നിന്ന് അവരത് പഠിക്കുന്നു, പാട്ടുകളിലൂടെ കഥകളിലൂടെ ചെറിയ ചെറിയ ആക്ടിവിറ്റികളിലൂടെയൊക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോഴൊക്കെ ചിലർ പറയാം അത് കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ആയിരുന്നു, അത് 6 വയസ്സായപ്പോൾ 7 വയസ്സായപ്പോഴത്തേക്കും മിണ്ടി തുടങ്ങി, അതങ്ങ് മിണ്ടിക്കോളും. പക്ഷേ
അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യണം. ഇപ്പൊ ജനറ്റിക്കലി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനറ്റിക്കലി കൂടി ഈ ഒരു പ്രശ്നത്തിലേക്ക് കടക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. പക്ഷെ എങ്കിലും നമ്മൾ കുഞ്ഞുനാളിലെ തന്നെ കുട്ടിയുടെ സ്പീച്ച് ഡെവലപ്പ് ആയില്ലെങ്കിൽ, സംസാരം ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ അതിനെ കാര്യമായിട്ട് തന്നെ നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഒരു പ്രൊഫഷണലിനെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ ഏറ്റവും വേഗം തന്നെ, അതായത് നമ്മൾ പറഞ്ഞ ഏർലി ഇന്റർവെൻഷൻ എത്രയും പെട്ടെന്ന് തന്നെ ആ ചെറുപ്പകാലത്ത് തന്നെ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ആശയവിനിമയത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ കുട്ടികളെ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കളും ടീച്ചേഴ്സും സമൂഹവും അതിന് കൂട്ടുചേരേണ്ടതായിട്ടുണ്ട്. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പമായിരുന്ന സിസ്റ്റർ ഡോണയ്ക്കും ബിനിത മാമിനും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.